22 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഏപ്രിൽ മെയ് മാസം തമിഴ് സിനിമയിലെ സൂപ്രതാരങ്ങളെല്ലാവരും മത്സരിച്ച് പോരാടിയ ആ ഒരു സീസൺ, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കേരളത്തിൽ വിഷു സീസൺ പോലെ തന്നെയാണ് തമിഴ്നാട്ടിലും അവരുടെ ഒരു പുതുവർഷ പിറവി എന്ന് പറയുന്ന ഏപ്രിൽ ആ ഒരു മാസം. ഇപ്പൊ 2004 ഏപ്രിൽ പ്രധാനമായിട്ടും കുറെ തമിഴ് സിനിമകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഞാനതിലെ പ്രധാനപ്പെട്ട സൂപ്രതാരങ്ങൾ അഭിനയിച്ച ഒരു 3 സിനിമയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ നമ്മൾ ഇന്നും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന, റിലീസ് ചെയ്ത ശേഷവും റെക്കോർഡുകൾ സൃഷ്ടിച്ച ദളപതിയുടെ ഗില്ലി. ഇപ്പൊ ഗില്ലിയുടെ സംവിധായകൻ ധരണി അദ്ദേഹം അതിനു മുമ്പ് വിക്രമിനെ വെച്ചാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത്. വിക്രമിന്റെ സുഹൃത്താണ്, വിക്രമിന്റെ കൂടെ പഠിച്ചതാണ്. വിക്രമിന്റെ വെച്ചാണ് ദിൽ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. ദില്ല് കഴിഞ്ഞിട്ട് ധൂള് സംഭവിക്കുന്നു. അപ്പൊ ധൂളും ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് വിക്രമിനെ വെച്ച് തന്നെ പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു ഗില്ലി. അത് ശരിക്ക് ഒക്കടു എന്ന് പറയുന്ന മഹേഷ് ബാബുവിന്റെ തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു സിനിമ കണ്ട് അതവിടെ ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു അന്ന് ഒക്കടു എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഒക്കടുവിന്റെ റൈറ്റ്സ് മേടിക്കുന്നു, എന്നിട്ട് വിക്രമിനെ വെച്ച് ചെയ്യാം. വിക്രമും ജ്യോതികേനും വെച്ച് തന്നെ പ്ലാൻ ചെയ്തു. പക്ഷെ വിക്രമിന്റെയും തിരക്ക്, ജ്യോതികയ്ക്കും പല സിനിമകളുടെ തിരക്ക്. പിന്നെ അജിത്തിനെ ആലോചിച്ചു. പക്ഷെ അജിത്തിന് ഒരു സിനിമ താല്പര്യമില്ല, അതായത് ഒരു റീമേക്ക് സിനിമ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു അജിത്തിന്. അന്ന് ശരിക്ക് വിക്രം തന്നെയാണ് ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നത്. അപ്പൊ വിക്രം കഴിഞ്ഞ് വിജയ് അന്ന് തിരുമലയിലൂടെ ഒരു ഹിറ്റ് അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. വിജയ് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വിക്രമും അജിത്തും ഒക്കെയാണ് അന്ന് കുറച്ചുകൂടി ടോപ്പിൽ നിൽക്കുന്നത്. അതിനുശേഷമാണ് തിരുമലയിൽ വിജയ് വരുന്നത്. അങ്ങനെ വിജയ് അജിത്തും കൂടി നിരസിച്ച ശേഷം വിജയുടെ അടുത്ത് പോകുന്നു. പിന്നെ തൃഷയെ കൊണ്ടുവരുന്നു. പിന്നെ നമുക്കറിയാം അത് എന്താണ് സംഭവിച്ചത്, ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൽ തെലുങ്കിൽ വില്ലനായിട്ട് ചെയ്ത പ്രകാശ് രാജ് തന്നെ ഇതിലും വരുന്നു. പിന്നെ അതിന്റെ പാട്ടുകൾ, നമ്മൾ ആ സിനിമയെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ആ വർഷത്തെ ഏറ്റവും വലിയ ഗ്രോസർ ആയിട്ട് മാറി എന്നുള്ളതാണ്. 2004 എന്ന് പറയുന്ന ഒരു വർഷത്തെ ടോപ്പ് ഗ്രോസർ ആയിരുന്നു. 2003 ടോപ്പ് ഗ്രോസേഴ്സ് വിക്രമായിരുന്നു. വിക്രമിന്റെ സാമിയും ധൂളും അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരുമലയൊക്കെ ആയിരുന്നത്. 2002 അന്ന് വിജയ്ക്ക് അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ. 2002 ശരിക്കും ഗ്രോസർ ബാബ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ. അത് പക്ഷെ ലാഭം വെച്ച് നോക്കുമ്പോൾ ജെമിനിയാണ് ബാബയ്ക്ക് തരാം. അപ്പം വിജയ് കുറച്ച് നാളുകൾ, 2-3 വർഷങ്ങൾക്ക് ശേഷം വിജയ് ഒരു ടോപ്പ് ഗ്രോസറായ, എന്താ പറയുക, അങ്ങനെ ഒരു മുൻനിരയിൽ ഒന്നാമനായത്, കളക്ഷൻ വൈസ് ഒന്നാമനായ ഒരു വർഷമായിരുന്നു 2004 ഗില്ലി അന്ന് തന്നെ ഏകദേശം 50 കോടി രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് ഈ അടുത്ത ഒരു റിലീസ് നമുക്കറിയാം കേരളത്തിലും കോടികൾ കളക്ട് ചെയ്ത് ഏകദേശം 33-34 കോടി രൂപ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ട് പോയ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ചിമ്പുവിന്റെ കുത്ത്. ചിമ്പു 2002 അത് ബാലതാരമായിട്ട് വന്ന് 2002 നായകനായിട്ട് വരുന്നത്. അപ്പൊ ചിമ്പുവിനും വന്ന് ഭയങ്കര ഒരു ഫാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന ഒരു സമയമാണ്, ഒരു ഹൈപ്പുള്ള സമയമാണ്. ചിമ്പും ധനുഷും രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലാണ് വരുന്നത്. അങ്ങനെ ചിമ്പുവിന്റെ സിനിമയായിരുന്നു കുത്ത് എന്ന് പറയുന്ന ഒരു സിനിമ. അത് രമ്യ, നമ്മുടെ ദിവ്യ സ്പന്ദന പിന്നീട് നമ്മൾ വാരണമായാലും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവ്യ സ്പന്ദനന് ഈ ഒരു സിനിമയ്ക്ക് ശേഷം കുത്ത് രമ്യ എന്ന് പറഞ്ഞിട്ടാണ് തമിഴിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് കലാഭവൻ ചെയ്ത ഒരു വില്ലൻ വേഷമാണ്. ഇതിലെ നായികയുടെ അച്ഛന്റെ വേഷമാണ്, ഒരു ഗാങ്സ്റ്റർ, അങ്ങനത്തെ ഒരു വേഷമാണ് കലാഭവൻ ചെയ്തത്. ജെമിനിക്ക് ശേഷം നമുക്കറിയാം കലാഭവൻ ഏത് ലീഗിലേക്കാണ്, അല്ലെങ്കിൽ ഏതൊരു ലെവലിലേക്കാണ് തമിഴിലും തെലുങ്കിലേക്കൊക്കെ പോയത് എന്നുള്ളത്. കലാഭവൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഹിറ്റ് മേക്കർ KS രവികുമാർ, രജനീകാന്തിനെയും കമൽഹാസനെയൊക്കെ വെച്ച് ഹിറ്റുകൾ കൊടുക്കുന്ന KS രവികുമാർ, അതായത് പടയപ്പയും അതിനുശേഷം തെന്നാലി, പഞ്ചതന്ത്രം, ഇതൊക്കെ കഴിഞ്ഞിട്ട് KS രവികുമാർ ചെയ്തൊരു സിനിമയാണ് എതിരി എന്ന് പറയുന്നത്. അതിൽ മാധവനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. ആ ഒരു സിനിമയിൽ റഹ്മാൻ ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റഹ്മാൻ ഒരു ബ്രേക്കിന് ശേഷം, അതായത് റഹ്മാൻ മലയാളത്തിൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ അതിന് മുമ്പ് 2000 എന്ന് പറയുന്ന വർഷം റഹ്മാൻ മലയാളത്തിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ അന്ന് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയാണ് ഷാജുൽ കരിയാളുടെ, ഞാൻ പെട്ടെന്ന് ആ സിനിമയുടെ പേര് മറന്നു, ഷാജുൽ കരിയാളുടെ ഒരു സിനിമയായിരുന്നു മണിമുറ്റത്താ മണിപ്പന്തൽ പാട്ടൊക്കെ ഉള്ള സിനിമ. ആ ഒരു സിനിമയും വിചാരിച്ച പോലെ ഏക്കാത്തതുകൊണ്ട് പിന്നെയും റഹ്മാൻ മലയാളത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ റഹ്മാൻ തമിഴിൽ അതുവരെ നായകനായിട്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റഹ്മാനെ KS രവികുമാർ റഹ്മാനെ പണ്ട് നായകനാക്കിയിട്ടുള്ളതാണ്. ആ KS രവികുമാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാധവൻ പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതാണ് ഈ എതിരി എന്ന് പറയുന്ന സിനിമ. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കും, സതയായിരുന്നു അതിലെ നായിക. അന്ന് ജയം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് സത ഇങ്ങനെ മുൻനിരയിലേക്ക് കയറി വരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ആ മാർച്ച് മാസം തിയേറ്ററുകളിൽ ഇറങ്ങിയത്. ഇതിൽ ഗില്ല് തന്നെയാണ് നമ്പർ 1. എനിക്ക് തോന്നുന്നു ഇതിൽ എതിരിയായാലും കുത്തായാലും തരക്കേടില്ലാതെ ഓടിയ സിനിമയാണ്, ഒന്നും ഫ്ലോപ്പ് അല്ല. ഇത് കഴിഞ്ഞ് പിന്നെ മെയ് മാസം
കുറച്ച് സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു സിനിമ ഷാജി കൈലാസ് അജിത്തിനെ വെച്ച് ചെയ്ത് ജന എന്ന് പറഞ്ഞ സിനിമ. ജനയുടെ ശരിക്ക് ഷൂട്ട് 2002 തുടങ്ങിയത്. അന്ന് ഷാജി കൈലാസ് നരസിംഹവും വെള്ളിയേട്ടനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു താണ്ഡവം ഷൂട്ട് കഴിഞ്ഞിട്ട് ഷാജി കൈലാസ് തുടങ്ങിയത്. ജനയുടെ ഷൂട്ട് കുറേയൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. എറണാകുളത്തും അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് എൻ്റെ പല സുഹൃത്തുക്കൾ പറഞ്ഞാൽ അറിയുന്നത്. അന്ന് ആദ്യമായിട്ട് കാരവാനൊക്കെ കാണുന്നത്, നമ്മുടെ ജനങ്ങൾ കാരവാൻ കാണുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് ഇവിടെ വന്നപ്പോഴാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പനമ്പള്ളി നഗറിലോ ആ പരിസരത്ത് എവിടേക്കൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഒറ്റപ്പാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബിഗ് ബഡ്ജറ്റ് ആയിട്ടാണ് ആ സിനിമ ചെയ്തത്. അതിൽ സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സ്നേഹയായിരുന്നു നായിക. നമ്മൾ മലയാളത്തിൽ നിന്ന് മനോജ് കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൂടെ മനോജ് കെ ജയൻ ധൂള് ആണ്, പക്ഷെ ആദ്യം ഇറങ്ങിയത് ജനയാണ് തോന്നുന്നു ആദ്യം തുടങ്ങിയത്. അത് ധൂളും ജനയും ഒരേ സമയത്താണ്. മനോജ് കെ ജയൻ ഒരു ബ്രേക്കിന് ശേഷം, ഇവിടെ ദളപതിക്ക് അഭിനയിച്ച ശേഷം പിന്നെ മനോജ് കെ ജയൻ അഭിനയിക്കുന്ന തമിഴ് സിനിമ ധൂളായിരുന്നു. അതിനോടൊപ്പം തന്നെയായിരുന്നു ജന. പക്ഷെ ധൂൾ ഇറങ്ങിയ ശേഷമാണ് ജന റിലീസാവുന്നത്. രഘുവരൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ജന ഭയങ്കര പരാജയമായിരുന്നു. ഞാൻ ജന എന്ന് പറയുന്ന സിനിമ അന്ന് തിയേറ്റർ കണ്ടിട്ടില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം 2006 കോഴിക്കോട് ഒരു ബി ക്ലാസ് തിയേറ്റർ ഉണ്ട്. അത് കോഴിക്കോടുള്ളവർക്ക് അറിയായിരിക്കും. കുറ്റിക്കാട്ടൂർ, ഞാൻ കുറ്റിക്കാട്ടൂർ ആണ് പഠിച്ചത്. അവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു സി ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു, അഭിലാഷ് എന്ന് പറഞ്ഞ. അവിടെ പല സിനിമകളും എ ക്ലാസ് സെന്റേഴ്സ് എന്നൊക്കെ ഓടി കുറെ കാലം കഴിഞ്ഞ് അവിടെ വരും. ചില സിനിമകൾ 4-5 വർഷം കഴിഞ്ഞിട്ട് അവിടെ വരും. അങ്ങനെ കണ്ട ഒരു സിനിമയാണ് ജന. 2004 റിലീസായ ജന 2006 കുറ്റിക്കാട്ടൂർ അഭിലാഷ് തിയേറ്ററിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാലജിയാണ് സിനിമയ്ക്ക്. എന്തായാലും സിനിമ അന്ന് പരാജയമായിരുന്നു. പിന്നെ സൂര്യയുടെ 2 സിനിമകളാണ്. ഒന്ന് പേഴരകൻ എന്ന് പറയുന്ന സിനിമ. പേഴരകൻ നമുക്കറിയാം, കുഞ്ഞിക്കൂന്റെ റീമേക്ക്. കുഞ്ഞിക്കൂനെ കണ്ട് സൂര്യ ത്രില്ലടിച്ചിട്ട് ആ സിനിമ ചെയ്തതാണ്. അന്ന് സൂര്യ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്കറിയാം ഈ ഒരു സിനിമ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടില്ല, കാരണം ഒരു റീമേക്ക് സിനിമ ചെയ്താൽ നാഷണൽ അവാർഡ് കിട്ടില്ല, പക്ഷെ എനിക്ക് ഈ സിനിമ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ്. ശശി ശങ്കർ തന്നെയാണ് ആ സിനിമ അവിടെ പോയി ചെയ്തത്. ആ സിനിമ അവിടെ സൂര്യക്ക് നല്ല പേരെടുത്ത ഒരു സിനിമയാണ്. അത്യാവശ്യം ഓടും ചെയ്തു. സൂര്യക്ക് നല്ല അഭിപ്രായം കിട്ടി. എനിക്കൊണ്ട് ചില ഫിലിം ഫെയർ അവാർഡ്, അങ്ങനെ ഏതൊക്കെയോ ചില അവാർഡ്സ് ഒക്കെ സൂര്യക്ക് ആ വർഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആയുധെഴുത്ത് മണിരത്നത്തിന്റെ, അതൊരു സൂര്യ സിനിമ എന്ന് പറയാൻ പറ്റില്ല. മണിരത്നത്തിന്റെ സ്വന്തം ശിഷ്യനായ മാധവനുണ്ട്, സൂര്യയുണ്ട്, പിന്നെ സിദ്ധാർത്ഥ്. ബോയ്സ് കഴിഞ്ഞ് അന്നത്തെ ഒരു എല്ലാവരുടെയും പ്രിയങ്കരനായ സിദ്ധാർത്ഥ് അഭിനയിക്കുന്നു. ആയുധെഴുത്ത് സിനിമയെ കുറിച്ച് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അന്ന് ശരിക്കും സിദ്ധാർത്ഥിന്റെ വേഷത്തിലേക്ക് ആദ്യം ആലോചിച്ചിരുന്ന ശ്രീകാന്താണ്. ശ്രീകാന്ത് അന്ന് റോജാക്കൂട്ടവും ഏപ്രിൽ മാസത്തിലും കഴിഞ്ഞ് മുൻനിരയിൽ വന്ന സമയത്ത്, പക്ഷെ ശ്രീകാന്ത് വേറെ പല സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ശ്രീകാന്തിന് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്ന് മണിരത്നത്തിന്റെ അടുത്ത് അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന ഒരു പയ്യനായിരുന്നു കാർത്തി. കാർത്തി ആ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുമുണ്ട്. ഇന്ന് കാണുമ്പോൾ പാസിംഗ് എവിടേക്കോ ഉണ്ട് ഒരു സുഹൃത്തായിട്ടൊക്കെ സൂര്യയുടെ. പക്ഷെ കാർത്തിയോട് അതിൽ അഭിനയിക്കാൻ വന്നപ്പോൾ കാർത്തി പറഞ്ഞു, എനിക്കിപ്പോൾ അഭിനയിക്കേണ്ട, എനിക്ക് സിനിമ പഠിച്ചാൽ മതി എന്നുള്ള സംവിധായകനാവുകയാണ് ചെയ്തത്. എന്തായാലും ആ സിനിമ മെയ് 21 ആയുധെഴുത്ത് റിലീസാവുന്നത്. മെയ് 7 പേഴരകൻ റിലീസാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആയുധെഴുത്ത് അന്ന് ഹിറ്റ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു അലേപ്പായുധി ഒന്നും പോലെ അന്ന് ഹിറ്റായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അത് ബൈലിംഗിലായിട്ട് യുവ എന്ന പേരിൽ ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നുകൊണ്ട് നമ്മൾ ഇന്നും ഭയങ്കരമായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സിനിമയാണ്. എനിക്ക് കറുപ്പ് സിനിമയിൽ അതിലെ ചില ഒരു റെഫറൻസ് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് അന്ന് ആ മെയ് മാസം ഇറങ്ങിയത്. ആ മെയ് മാസത്തിൽ എന്തുകൊണ്ടും പേഴഴകനും തന്നെയാണ് അന്ന് ടോപ്പ് അടിച്ചത്. പിന്നെ ഒപ്പം ആയുധെഴുത്തും ഉണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് ആ ഏപ്രിൽ മാസം. എന്തായാലും ആ വർഷത്തെയും ആ സീസൺ തൂക്കിയത് നമ്മുടെ ദളപതിയുടെ ഗില്ലി തന്നെയാണ്. അത് കഴിഞ്ഞ് ഒപ്പത്തിനൊപ്പം ഈ പറഞ്ഞ ബാക്കി താരങ്ങളുണ്ട്. ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങളൊന്ന് കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക.